Hi friends, it's me Priya Hari Prasad. Once again, welcome back. Welcome to the world of economics. Happy to see you again and hope that you all are fine, safe and happy. ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം, ഉൽപാദകന്റെ സന്തുലിതാവസ്ഥ. ഒരു ഉൽപാദകൻ എപ്പോഴാണ് സന്തുലിതാവസ്ഥ അറ്റൈൻ ചെയ്യുന്നത്, അല്ലെ? പ്രൊഡ്യൂസർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി കൺസ്യൂമർ ഇക്വിലിബ്രിയം അതേപോലെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിനകത്തുണ്ട്. അതല്ലെങ്കിൽ ബൈ പ്രിയ ഹരിപ്രസാദ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും ഡിഗ്രി PG ലെവൽ സ്റ്റുഡൻസിന്. ഓക്കെ, ഇതിനകത്ത് രണ്ട് അപ്രോച്ചസ് ഉണ്ട്. ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച്. പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം നമുക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ അപ്രോച്ച് ഉണ്ട്. മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ അപ്രോച്ച് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബൈ യൂസിങ് ഏതാണ് ഐസോകോൺസ് യൂസ് ചെയ്തിട്ടും പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അങ്ങനെ മൂന്ന് രീതികളിലാണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ എക്സാമിന് നമുക്ക് ചിലപ്പോൾ ചോദിക്കും ടോട്ടൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ റവന്യൂ അപ്രോച്ച് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ അപ്രോച്ച് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്താണെന്ന് ചോദിക്കും. അതല്ല പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം യൂസിങ് ഐസോകോൺസ് എന്ന് ചോദിക്കും. അപ്പം അത് നമുക്ക് ഐസോകോണ്ട് യൂസ് ചെയ്ത് ലാസ്റ്റ് പറയുന്ന ടോപ്പിക് ആയിരിക്കും അതിന്ന് ഞാൻ. അപ്പം അത് അങ്ങനെ എഴുതാം. ഇനി അതല്ല കോമൺ ആയിട്ട് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ച ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതാം. അല്ലെങ്കിൽ ഏതാണോ അപ്രോച്ച് ചോദിക്കുന്നത് അതനുസരിച്ച് മാത്രം എഴുതാം. മനസ്സിലായി? അപ്പൊ വീഡിയോ മുഴുവൻ കാണാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. അപ്പൊ ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിരിക്കും പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയത്തിന്റെ. മാക്സിമം എല്ലാവരും കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും എല്ലാം ശ്രമിക്കുക. ഇതും ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഓക്കെ, then come let's learn together. Let's begin the class. First of all, what is equilibrium? I have to explain what is equilibrium. എന്താണ് equilibrium? സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ it is the state of balance, okay, in which there is no tendency to change. It is a state of balance in which there is no tendency to change. Equilibrium എന്ന് പറഞ്ഞാൽ state of balance ആണ്, അല്ലെ? ഒരു ബാലൻസ് ആവുന്ന ഒരു സ്റ്റേറ്റ് ആണ്, ഒരു സിറ്റുവേഷൻ ആണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്നും there is no tendency to change, അതിൽ നിന്നും മാറാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം നല്ല ഒരു പൊസിഷനാണ്, നല്ലൊരു സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കാരണം അതിൽ നിന്നും മാറാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ആണ്, ഫ്രം വിച്ച് എന്താണ് there is no tendency to change. അതേപോലെ it is a state of rest, it is a state of rest എന്ന് നമുക്ക് പറയാം. and that does not requires any change. അതായത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. അവിടെ നമുക്ക് എന്ത് ആവശ്യം വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല. ഓക്കെ, ആ ഒരു പൊസിഷൻ എത്തിയാൽ നമ്മൾ പെർഫെക്റ്റ് ആവുകയാണ്. അത് ആരാണെങ്കിലും, പ്രൊഡ്യൂസർ ആയാലും. ഓക്കെ, അപ്പം അതിന് ആ ഒരു സ്റ്റേറ്റിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് മാറാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നില്ല. എന്താ അങ്ങനെ മാറാനുള്ള ടെൻഡൻസി ഇല്ല അല്ലെങ്കിൽ മാറ്റം ആവശ്യമില്ല എന്ന് പറയുന്നത്? അതൊരു പെർഫെക്റ്റ് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് അപ്പൊ അവിടെ എത്തുക, നല്ലൊരു സിറ്റുവേഷനിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രൊഡ്യൂസർ എപ്പോഴായിരിക്കും ഇക്വിലിബ്രിയം ഉണ്ടാവുക? മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുമ്പോൾ ഒന്ന്, അല്ലെ? അതല്ലെങ്കിൽ ലോസ് മിനിമൈസ് ചെയ്യുമ്പോൾ. എന്ന് വെച്ചാൽ മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ പറഞ്ഞാൽ ലോസ് മിനിമൈസ് ചെയ്യാൻ, ലോസ് കുറയ്ക്കുമ്പോൾ, നഷ്ടസാധ്യത കുറയ്ക്കുമ്പോൾ, ഓക്കെ, കുറയുമ്പോൾ. അതേപോലെ തന്നെ കോസ്റ്റ് കുറയുമ്പോൾ, അല്ലെ? കോസ്റ്റ് കുറഞ്ഞിട്ട് മാക്സിമം ഔട്ട്പുട്ട് അദ്ദേഹത്തിന് പറ്റാവുന്ന അത്രയും മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക. ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴാണ് പ്രൊഡ്യൂസർ എന്തിലെത്തുന്നത്? ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാനുള്ള ടെൻഡൻസി ഉണ്ടോ? ഇല്ല. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ പോയിന്റിലായിരിക്കും? ഒന്നോ പ്രോഫിറ്റ് മാക്സിമം ആവുന്ന പോയിന്റില്, അതല്ലെങ്കിൽ കോസ്റ്റ് മിനിമം ആവുന്ന പോയിന്റില്. എല്ലാം ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. അല്ലെങ്കിൽ ലോസ് മിനിമം ആവുന്ന പോയിന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇതെല്ലാം ഈ സിറ്റുവേഷൻ എല്ലാം വെച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെ? ഓക്കെ, അപ്പം അതിനെയാണ് പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയവും ഒരു സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ആണ്. അവിടെ പ്രൊഡ്യൂസർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുകയും കോസ്റ്റ് കുറയുകയും ലോസ് മിനിമം ആവുകയും ചെയ്യുന്നു. അതാണ് പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം. പ്രൊഡ്യൂസർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാനുള്ള ടെൻഡൻസി പിന്നീട് ഒരിക്കലും ഉണ്ടാവുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഉൽപാദകന്റെ സന്തുലിതാവസ്ഥ അതാണ്. ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ല ലാഭകരമായിട്ട് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തിയാൽ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് അർത്ഥം. അവിടെ നിന്നും പ്രൊഡ്യൂസർക്ക് പിന്നെ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. ചേഞ്ച് വരുത്താനുള്ള ആ ഒരു ടെൻഡൻസിയും പ്രൊഡ്യൂസർക്ക് ഉണ്ടാവണില്ല. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം refers to a state of balance from which there is no tendency to change. നിങ്ങൾക്ക് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അത്രയും ഫുൾ എഴുതുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞ? ഇക്വിലിബ്രിയം is a state of balance from which there is no tendency to change
അതേപോലെ ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് വെൻ നോ ചേഞ്ച് ഈസ് റിക്വയർഡ് അല്ലെ. ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് വെൻ ദർ ഈസ് നോ ചേഞ്ച് റിക്വയർഡ്. Then a firm or producer is said to be in equilibrium when it has no inclination to expand or to contract its output. Okay, അതായത് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എപ്പോഴായിരിക്കും പ്രൊഡ്യൂസർക്ക് ഒരു പോയിന്റ് ഓഫ് ഔട്ട്പുട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും അതിൽ നിന്നും എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ ഒന്നും പ്രൊഡ്യൂസർക്ക് ആവശ്യം വരുന്നില്ല. ഔട്ട്പുട്ട് കൂട്ടുക കുറയ്ക്കുക അങ്ങനെ ഒരു സിറ്റുവേഷനും പ്രൊഡ്യൂസർക്ക് ആവശ്യം വരുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു, മാക്സിമം പ്രോഫിറ്റ് ഉണ്ട്, മാക്സിമം ഔട്ട്പുട്ട് ഉണ്ട്, കോസ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്താം. അപ്പൊ അതാണ് പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം. അപ്പൊ എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ ഒന്നും ആവശ്യമില്ല. എന്തിനെങ്കിലും കൂട്ടണം കുറയ്ക്കണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും വേണ്ട. എന്ന് വെച്ചാൽ ഓൾറെഡി അദ്ദേഹത്തിന് ആവശ്യമുള്ള എല്ലാ സംഭവവും ആ ഒരു പോയിന്റിലുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആരുടെ ഇക്വിലിബ്രിയം? പ്രൊഡ്യൂസറുടെ. Then that reflects maximum profits or minimum cost അല്ലെ. അത് മിനിമം ലോസ്റ്റ് മിനിമം കോസ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. മാക്സിമം പ്രോഫിറ്റ് ഓർ മിനിമം കോസ്റ്റ് അല്ലെങ്കിൽ മിനിമം ലോസ്റ്റ് അല്ലെ. ഈ നഷ്ടങ്ങളും കുറയുക, അതേപോലെ തന്നെ കോസ്റ്റും കുറയുക, പ്രോഫിറ്റ് മാക്സിമം ആവുക, ഔട്ട്പുട്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക. അപ്പം ഇനി അദ്ദേഹത്തിന് അങ്ങനെ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അങ്ങനെ ടെൻഡൻസി ഉണ്ടോ? മാറ്റത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം. മനസ്സിലായോ? ഫേം. അപ്പൊ പ്രൊഡ്യൂസറുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഫേം പറയുന്നത് ഫേം തന്നെയാണ് പ്രൊഡ്യൂസർ അല്ലെ. അപ്പൊ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഫേം ഓർ പ്രൊഡ്യൂസർ ഈസ് സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം വെൻ ഇറ്റ് ഹാസ് നോ ഇൻക്ലിനേഷൻ ടു എക്സ്പാൻഡ് ഓർ ടു കോൺട്രാക്ട് ഇറ്റ്സ് ഔട്ട്പുട്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷനിൽ നിന്നും എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സ്റ്റേറ്റിൽ അദ്ദേഹം എത്തുകയാണ്. അവിടെ പ്രോഫിറ്റ് മാക്സിമം ആയിരിക്കും, നഷ്ടം മിനിമം ആയിരിക്കും, അതേപോലെ തന്നെ പിന്നെന്താണ് കോസ്റ്റ് മിനിമം ആയിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അതാണ് ഇക്വിലിബ്രിയം, പ്രൊഡ്യൂസറിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അത് പഠിക്കാനായിട്ട് രണ്ട് അപ്രോച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ചും മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ചും. മനസ്സിലായോ? ഈ രണ്ട് അപ്രോച്ചസ് എക്സാമിന് ചിലപ്പോൾ അങ്ങനെ ചോദിക്കും. കോസ്റ്റ് അപ്രോച്ചിൽ ചോദിക്കുമ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇത് ഇത്രയും ഡയഗ്രംസ്. ഇനി അതല്ല ഐസോകോൺസിന്റെ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം യൂസിങ് ഐസോകോൺസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയഗ്രവും എക്സ്പ്ലനേഷനും ആണ് എഴുതേണ്ടത്. അപ്പൊ എല്ലാറ്റിനും നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഇത് എഴുതാം. മനസ്സിലാവണ്ട? എല്ലാറ്റിനും ഇൻട്രൊഡക്ഷൻ ഇത് എഴുതാം. അതിനുശേഷം ഏതാണോ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് അതനുസരിച്ച് എഴുതണം കേട്ടോ. ഐഡിയ മനസ്സിലാക്കണം, കൺഫ്യൂഷൻ ഇല്ലാതെ എന്താ പറയുക, മേക്ക് ഇറ്റ് ക്ലിയർ. ട്രൈ ടു റിപ്പീറ്റ് ദ വീഡിയോ. റിപ്പീറ്റ് ചെയ്തിട്ട് അത് ക്ലിയർ ആക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ഫസ്റ്റ് ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച് അല്ലെ. അതിലെങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്താൻ നോക്കാം. അതില് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കോൺസ്റ്റന്റ് പ്രൈസും, പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോഴും അതേപോലെ തന്നെ പ്രൈസിന് ചേഞ്ച് വരുമ്പോഴും. പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നു, പ്രൈസ് ചേഞ്ച് വരുന്നു. അങ്ങനെ രണ്ട് സിറ്റുവേഷനില് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന കാര്യമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് അപ്പൊ നമുക്ക് ഇവിടെ ഡയഗ്രാം തന്നെയാണ് ഡയറക്ട്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതെന്ന് പറഞ്ഞാല് ശരിക്കും ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യണം? കുറയണം. എന്തിനേക്കാളും? ടോട്ടൽ റവന്യൂവിനേക്കാളും. പ്രൊഡ്യൂസർക്ക് ടോട്ടൽ റവന്യൂ കൂടണം. അതേപോലെ അങ്ങനെ ടോട്ടൽ കോസ്റ്റ് മിനിമവും ടോട്ടൽ റവന്യൂ മാക്സിമത്തിൽ എത്തുകയും അതിന് എത്രത്തോളം ആ ലെവലിൽ ഏത് ലെവലാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, അവിടെ നിൽക്കണം. ആ ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണം ഉൽപാദകന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തും. അപ്പൊ ടോട്ടൽ കോസ്റ്റ് മിനിമവും ടോട്ടൽ റവന്യൂ അതിനേക്കാൾ കൂടുതലാവണം. അതിൽ അങ്ങനെ ഒരു പോയിന്റിൽ ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് ഏതാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ഈ ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും വൈ ആക്സിസിൽ ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ ആണ് മെഷർ ചെയ്യുന്നത്. TR is the total revenue curve. നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. കാരണം ഇവിടെ കോൺസ്റ്റന്റ് പ്രൈസ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അത് 0 സ്റ്റാർട്ട് ചെയ്യും. കാരണം പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ 0 അല്ലേ ടോട്ടൽ റവന്യൂ. ഓക്കെ, TC തൊട്ട് മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഫിക്സഡ് കോസ്റ്റ് ഉണ്ടല്ലോ, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഉള്ളതുകൊണ്ട് തൊട്ട് മുകളിൽ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഈ ഒരു പോയിന്റിൽ D എന്ന് പറയുന്ന ഈ പോയിന്റിൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ ഈക്വൽ ആണ് Q1 എന്ന് പറയുന്ന ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്താൽ ഒരിക്കലും പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തില്ല, ഔട്ട്പുട്ട് കുറവാണ്. അതുകൂടാതെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആണ്. രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടോ പ്രൊഡ്യൂസർക്ക്? റവന്യൂവും കോസ്റ്റും ഈക്വൽ ആയ ഇല്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ F എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നോക്കൂ. F എന്ന് പറയുന്ന പോയിന്റിൽ അഗെയിൻ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ ഈക്വൽ ആണ്. പക്ഷെ അവിടെ ഔട്ട്പുട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, OQ2 അല്ലേ. പക്ഷെ ഔട്ട്പുട്ട് കൂടിയിട്ട് കാര്യമില്ല, കോസ്റ്റും എന്താണ് ഈ ഒരു പോയിന്റില്
കോസ്റ്റ് രണ്ടും സെയിം ആണ്, കോസ്റ്റും റവന്യൂ സെയിം ആണ് അല്ലെ, അപ്പൊ പ്രോഫിറ്റ് കിട്ടുന്നില്ല. അപ്പൊ പ്രൊഡ്യൂസർ എന്താ ചെയ്യാം, ഈ എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും പ്രൊഡ്യൂസേഴ്സ് ചൂസ് ചെയ്യുക. എന്താ കാരണം എന്ന് വെച്ചാൽ ആ പോയിന്റിൽ ടോട്ടൽ റവന്യൂ മുകളിലും ടോട്ടൽ കോസ്റ്റ് ഏറ്റവും മിനിമത്തിലാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇത് എന്തായിരിക്കും പ്രൊഡ്യൂസറിന്റെ ലാഭമായിരിക്കും, മാക്സിമം കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം ലാഭമായിരിക്കും ഇത്. കാരണം റവന്യൂ ഇവിടെ, വരുമാനം പ്രൈസ് ഇവിടെ കിടക്കുന്നു, കോസ്റ്റ് ഈ പോയിന്റിൽ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പം ഈ OQ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഔട്ട്പുട്ടായി സെലക്ട് ചെയ്യുകയും അത് പ്രൊഡ്യൂസ് ചെയ്യുകയും പ്രൊഡ്യൂസർ എവിടെ എത്തുകയും ചെയ്യുന്നു, ഇക്വിലിബ്രിയത്തിൽ എത്തുകയും ചെയ്യുന്നു. എന്താണ് കാരണം, ഈ ഒരു പോയിന്റിലാണ് എന്ത് സംഭവിക്കുന്നത്, കോസ്റ്റ് മിനിമവും റവന്യൂ അതിനേക്കാളും കൂടുതലാവും അല്ലെ. റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ആണ് ഇവിടെ. അപ്പം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ കോസ്റ്റ് ഇവിടെ താഴെ നമുക്കൊരു പേര് കൊടുക്കാം അല്ലെ, CE എന്ന് പറയുന്ന ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസറുടെ എന്തായിരിക്കും, ലാഭമായിരിക്കും. കാരണം ഇവിടം വരെ കോസ്റ്റ് ഉള്ളൂ അല്ലെ, അത് കഴിഞ്ഞാൽ ഇവിടം വരെ എന്തുണ്ട്, റവന്യൂ ഉണ്ട്. ഓക്കെ, അപ്പം അദ്ദേഹത്തിന് ലാഭം, മാക്സിമം ലാഭം ഈ കിട്ടാവുന്നതിൽ വെച്ച്, ഈ ഒരു പോർഷനിൽ കിട്ടാവുന്ന വെച്ച് മാക്സിമം ലാഭം ഇതാവും. കാരണം പിന്നെ കോസ്റ്റ് മുകളിലോട്ടാ പോകുന്നത് അല്ലെ. അപ്പൊ ഏറ്റവും മിനിമം കോസ്റ്റില് പ്രോഫിറ്റ് മാക്സിമം കിട്ടുന്ന ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ അദ്ദേഹം എത്തുന്നു. അതാണ് പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം. ഈ Q എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അദ്ദേഹം സെലക്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ അതൊന്നും കൂടെ അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആണ്, പ്രൈസ് കോൺസ്റ്റന്റ് ആയ, അപ്പൊ അതുകൊണ്ടാണ് ഡയറക്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് എന്ത് വരച്ചിരിക്കുന്നത്, ടോട്ടൽ റവന്യൂ. ഓക്കെ, എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട്, വൈ ആക്സിസിൽ TC ആൻഡ് TR ഇങ്ങനെ വരയ്ക്കുക. ഈ പോയിന്റിൽ നമുക്ക് മനസ്സിലായി എന്താണ്, ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ ഈക്വൽ ആണ്, ഇവിടെയും ഈക്വൽ ആണ്. അതുകൊണ്ട് രണ്ടിലും ഇക്വിലിബ്രിയത്തിൽ എത്തില്ല. ഇവിടെ എത്തുന്ന സമയത്ത് OQ എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ എത്തുമ്പോൾ കോസ്റ്റ് ഇവിടെ ഉള്ളൂ, റവന്യൂ ഇത്രയുമുണ്ട്, ആ ഗ്യാപ്പ് പ്രോഫിറ്റ് ആണ്. അവിടെ വെച്ചിട്ട് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു ഈ എന്ന് പറയുന്ന പോയിന്റില്. ഓക്കെ, അപ്പൊ ടോട്ടൽ കോസ്റ്റ് അവിടെ താഴെയാണ്, ആ OQ എന്ന് പറയുന്ന ഔട്ട്പുട്ട് അദ്ദേഹം ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആയി സെലക്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ. ഇനി അടുത്ത ഡയഗ്രാം നോക്കാം. ഈ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ റവന്യൂ അപ്രോച്ചിൽ തന്നെ എന്ന് വെച്ചാൽ നമ്മളിവിടെ പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ ഉപയോഗിച്ചിട്ടാണ്. അതാണ് ഈ അപ്രോച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ഡയഗ്രാം നോക്കിക്കോളൂ. അഗെയിൻ ഇവിടെ എന്താണ്, എക്സ് ആക്സിസിൽ എന്താണ് മെഷർ ചെയ്യുന്നത്, ക്വാണ്ടിറ്റി തന്നെയാണ്. വൈ ആക്സിസിൽ എന്താണ് മെഷർ ചെയ്യുന്നത്, TC ആൻഡ് TR. അപ്പൊ ഇവിടെ പ്രൈസ് നമ്മൾ പറഞ്ഞു ചേഞ്ച് ചെയ്യും, പ്രൈസ് കോൺസ്റ്റന്റ് അല്ല, ആ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കിക്കോളൂ, ടോട്ടൽ റവന്യൂയുടെ കർവ് ഇങ്ങനെ വരും എന്ന് വെച്ചാൽ അത് പതുക്കെ കൂടി കോൺസ്റ്റന്റ് ആവുന്നു, അത് പിന്നെ കുറയുന്നു, അങ്ങനെ കാണിക്കണം അല്ലെ. പ്രൈസ് കോൺസ്റ്റന്റ് അല്ല, അതുകൊണ്ട്. പിന്നെ ടോട്ടൽ കോസ്റ്റിന്റെ കർവ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അങ്ങനെ വരച്ചു നമ്മൾ. ഇനി നോക്കിക്കോളൂ, ഇഗൈൻ ഇവിടെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ ഈക്വൽ ആണ് ഈ D എന്ന് പറയുന്ന പോയിന്റില്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഈ F എന്ന് പറയുന്ന പോയിന്റില് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ ഈക്വൽ ആണ്. അവിടെയും പ്രൊഡ്യൂസർക്ക് എന്ത് കിട്ടുന്നില്ല, പ്രോഫിറ്റ് കിട്ടുന്നില്ല, രണ്ടും ഈക്വൽ ആണ്. പക്ഷെ ഔട്ട്പുട്ട് ഇവിടെ മാക്സിമം ആണ്. പക്ഷെ ഔട്ട്പുട്ട് മാക്സിമം ആയിട്ട് കാര്യമില്ല, പ്രോഫിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ ഏത് പോയിന്റ് ആയിരിക്കും തിരഞ്ഞെടുക്കുക, ഈ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റും OQ എന്ന് പറയുന്ന ഔട്ട്പുട്ട് തന്നെയാണ് തിരഞ്ഞെടുക്കുക. ഇവിടെ കോസ്റ്റ് ഇവിടെയാണ് കിടക്കുന്നത്, ഇവിടെ എന്താണ്, നമുക്ക് ഒരു C എന്നൊരു പേര് കൊടുക്കാം. ഈ സിയിൽ നിന്നും ഇയിലേക്കുള്ള ആ ഗ്യാപ്പ് കണ്ടോ, അപ്പൊ അത് അത്രയും എന്താണ്, പ്രൊഡ്യൂസറുടെ പ്രോഫിറ്റ് ആണ്. കാരണം ഇതാണ് റവന്യൂ. മനസ്സിലായോ. അങ്ങനെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആവുന്ന പോയിന്റ് ഒന്നും തിരഞ്ഞെടുക്കാതെ പ്രൊഡ്യൂസർ എന്താ ചെയ്യുന്നത്, ടോട്ടൽ കോസ്റ്റ് കുറവും ടോട്ടൽ റവന്യൂ അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ആ പോയിന്റിൽ വെച്ചിട്ട് ആ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് OQ ഔട്ട്പുട്ട് തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുകയാണ്. പിന്നെ അദ്ദേഹത്തിന് മാറാനുള്ള ടെൻഡൻസി ഇല്ല, അങ്ങോട്ടും പോകാനുള്ള ടെൻഡൻസി ഇല്ല, ഇങ്ങോട്ട് വരാനും ടെൻഡൻസി ഇല്ല. കാരണം എന്താ, ഇങ്ങോട്ട് വന്ന ഔട്ട്പുട്ട് കുറയുന്നു, അഗൈൻ പ്രോഫിറ്റ് ഇല്ല. അങ്ങോട്ട് പോയ ഔട്ട്പുട്ട് കൂടുന്നുണ്ട്, കൂടിയിട്ട് വലിയ ഉപകാരം ഉണ്ടോ, ഇല്ല, പ്രോഫിറ്റ് ഇല്ല. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ ഈക്വൽ ആണ്. മനസ്സിലായി. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങോട്ട് പോകാനും വേണ്ട അദ്ദേഹത്തിന്, ഇങ്ങോട്ട് വരികയും വേണ്ട, അദ്ദേഹം ഇവിടെ തന്നെ തുടരും. മനസ്സിലാവുണ്ടോ, അതാണ് ഇക്വിലിബ്രിയം. അപ്പൊ പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം ഏത് അപ്രോച്ച് നമ്മൾ പഠിച്ചു, ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ അപ്രോച്ച് നോക്കിക്കോളൂ, മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ. എന്ന് വെച്ചാൽ നമ്മൾ എന്തിന്റെ സഹായമാണ് അന്വേഷിക്കുന്നത്, ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, മാർജിനൽ കോസ്റ്റിന്റെയും മാർജിനൽ റവന്യൂന്റെയും അല്ലെ. അപ്പൊ നമുക്ക് അതിലും രണ്ട് വേർഷൻ പഠിക്കണം. പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോഴും പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും. ഇവിടെ പഠിച്ച പോലെ തന്നെ പ്രൈസ് ഇവിടെ കോൺസ്റ്റന്റ്, ഇവിടെ ചേഞ്ച്, അതേപോലെ രണ്ട് ഡയഗ്രാം പഠിക്കണം. ഇനി ഒരു കാര്യം പറയാം, ഇവിടെ കണ്ടീഷൻസ് ഉണ്ട്. മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ ഈക്വൽ ആയിരിക്കണം. പിന്നെ മാർജിനൽ കോസ്റ്റ് എങ്ങനെയായിരിക്കണം, താഴെ നിന്നും ആ മാർജിനൽ റവന്യൂവിനെ കട്ട് ചെയ്യണം. എന്ന് വെച്ചാല് മാർജിനൽ കോസ്റ്റ് എങ്ങനെയായിരിക്കണം, ഡിക്രീസിങ് ആയിരിക്കണം. മനസ്സിലായോ. മാർജിനൽ കോസ്റ്റ് എങ്ങനെയായിരിക്കണം, ഡിക്രീസിങ് ആയിരിക്കണം, അതാണ് പറയുന്നത്. അപ്പൊ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വൽ ആവണം. മാർജിനൽ കോസ്റ്റ് കർവ് മാർജിനൽ റവന്യൂവിനെ താഴെ നിന്നും കട്ട് ചെയ്യണം. ഈ കണ്ടീഷൻസ് ഒക്കെ നമുക്കറിയാം, നമ്മൾ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ അവിടെ ഇവിടെയൊക്കെ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ പ്രൈസ് സെയിം ആയിരിക്കുമ്പോൾ
മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം പറയുന്നത് നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡയഗ്രാം. ഇത് പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. പ്രത്യേകിച്ചും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലൊക്കെ എപ്പോഴാ പ്രൈസ് കോൺസ്റ്റന്റ് ആവുക? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അല്ലേ. നോക്കിക്കോളൂ, ഇവിടെ പ്രൈസ് ലൈൻ ഇങ്ങനെയല്ലേ, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ലൈൻ ഇങ്ങനെയല്ലേ, P is equal to AR is equal to MR എന്ന് വെച്ചാൽ പ്രൈസ് ലൈനും AR ഉം MR ഉം ഒക്കെ സെയിം ആണ് അല്ലേ. ഇതാണ് MC കർവ്, അതൊരു യു ഷേപ്പ് കർവ് ആയിരിക്കും. ഇവിടെ D എന്ന് പറയുന്ന പോയിന്റിൽ MC MR ഈക്വൽ ആണ്, പക്ഷെ MC കർവ് മുകളിൽ നിന്നുമാണ് MR നെ കട്ട് ചെയ്യുന്നത്. വെച്ചാൽ ഈ പോയിന്റിൽ കോസ്റ്റ് മുകളിലാണ് നിൽക്കുന്നത്, ശരിയല്ലേ. അപ്പം അവിടെ ഈ OQ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആയിട്ട് പ്രൊഡ്യൂസർ സെലക്ട് ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് E എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ ഈ പോയിന്റിൽ താഴെ നിന്നും കട്ട് ചെയ്യുന്നത് വെച്ചാൽ താഴെ നിന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ കോസ്റ്റ് കുറവും റവന്യൂ അല്ലെ, എന്നിട്ടാണ് രണ്ടുപേരും ഈക്വൽ ആവുന്നത്. ആ ഒരു പോയിന്റിലെ ഔട്ട്പുട്ട് OQ1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസർ സെലക്ട് ചെയ്യും, അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് അവിടെ മാക്സിമം എന്തുണ്ട് പ്രോഫിറ്റ് ഉണ്ട്, കാരണം മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആവുന്നു, താഴെ നിന്നും കട്ട് ചെയ്യുന്നു, മാക്സിമം ഔട്ട്പുട്ടും ഉണ്ട്. അങ്ങനെയുള്ള ഒരു പോയിന്റ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നു OQ1 എന്ന് പറയുന്നത്. അങ്ങനെ പ്രൊഡ്യൂസർ E എന്ന് പറയുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു, ഒരിക്കലും ഡിയിൽ എത്തുന്നില്ല. അത് കാരണം മുകളിൽ നിന്നും കട്ട് ചെയ്ത് വരുന്നത് കൊണ്ട്, മനസ്സിലായോ. അതുപോലെ ഔട്ട്പുട്ടും കുറവാണ്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. അപ്പൊ എന്താണ്, എക്സ് ആക്സിസിലെ ഔട്ട്പുട്ടും വൈ ആക്സിസിലെ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ അല്ലെങ്കിൽ പ്രൈസ്. AR is equal to P എന്ന് പറയുന്ന പ്രൈസ് കർവ് അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ കർവ്. അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ് പാരലൽ ടു OX ആക്സിസ്. കാരണം പെർഫെക്റ്റ് കോമ്പറ്റീഷനിലൊക്കെ പ്രൈസ് ചേഞ്ച് ഇല്ലാതെ പ്രൈസും ആവറേജ് റവന്യൂ കർവും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കുമല്ലോ. ഓക്കെ, അതിന് MC എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് കർവാണ്, അതൊരു യു ഷേപ്പ് കർവാണ്. D എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്, അതിന് ഇക്വിലിബ്രിയം എന്ന് പറയാം. പക്ഷേ അവിടെ MC MR ഈക്വൽ ആണ്, പക്ഷെ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ അവിടെ എത്തുന്നില്ല, കാരണം MC കർവ് മുകളിൽ നിന്നും കട്ട് ചെയ്യുന്നു അല്ലെ, ഇൻക്രീസിംഗ് ആയിട്ട്. അത് ശരിയല്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെ MC കർവ് താഴെ നിന്നും ഇവിടെ കട്ട് ചെയ്യുന്നു. E എന്ന് പറയുന്ന പോയിന്റ് രണ്ടും ഈക്വൽ ആവുന്നു. ഔട്ട്പുട്ട് എത്രയുണ്ട്, OQ1 എന്ന് പറയുന്ന മാക്സിമം ഔട്ട്പുട്ട് ഉണ്ട്. ആ ഔട്ട്പുട്ട് പ്രൊഡ്യൂസർ സെലക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് പ്രൊഡ്യൂസർ അവിടെ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. ഓക്കെ, അപ്പൊ MC ആൻഡ് MR അപ്രോച്ചിന് കോൺസ്റ്റന്റ് പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഉള്ള ഡയഗ്രാം പഠിച്ചു. ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത്, MC MR ഈക്വൽ ആവുന്ന സമയത്ത് പ്രൈസിലുള്ള വേരിയേഷൻ, പ്രൈസിൽ ചേഞ്ച് വരും, ആവറേജ് റവന്യൂല് അല്ലെങ്കിൽ പ്രൈസിൽ ചേഞ്ച് വരുന്ന ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ എങ്ങനെയാണ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്, അതൊക്കെ നമുക്ക് എളുപ്പമാണ്. നമ്മളിത് ഒരുപാട് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ മൊണോപോളിയൊക്കെ പഠിച്ച ആ ഡയഗ്രാം ഒക്കെ ഓർമ്മയുണ്ടാവുന്നുണ്ട്, നമുക്ക് എളുപ്പമാണ്. നോക്കിക്കോളൂ, ഇതാണ് ഡയഗ്രാം. ഹിയർ ഇറ്റ് ഈസ് ദ ഡയഗ്രാം. ഇവിടെ നോക്കിക്കോളൂ, MR അതായത് AR പ്രൈസ് ഇതൊക്കെ സെയിം ആണ് കേട്ടോ. MR അല്ലെങ്കിൽ എല്ലാം സെയിം ആണ്. MR ഇതെല്ലാം സെയിം ആയിട്ടാണ് ഒരൊറ്റ ഡയഗ്രത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ, ഇവിടെ MC കർവ്, ദെൻ E, ഇവിടെ E എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റ്. അവിടെ വെച്ചിട്ട് MC MR ഈക്വൽ ആവുന്നു. അവിടെ വെച്ചിട്ട് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നു OM. ഈ OM എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആണ്, കാരണം പ്രൊഡ്യൂസർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. MC MR ഉം അവിടെ വെച്ചിട്ട് എന്താവുകയാണ്, ഈക്വൽ ആവുകയാണ്. അങ്ങനെ MC യും MR ഉം ഈക്വൽ ആവുന്ന ആ പോയിന്റിൽ വെച്ചിട്ട് MR കർവ് തന്നെയാണ് കേട്ടോ, അത് MR കർവ് തന്നെയാണ്, അതിൽ സംശയം വേണ്ട. അപ്പൊ പ്രൈസ് അത് തന്നെയാണ്. അപ്പം ആ MR കർവിൽ വെച്ചിട്ട് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. അതിൽ നിന്നും അദ്ദേഹത്തിന് മാറാനുള്ള ടെൻഡൻസി ഇല്ല, കാരണം MC കർവ് MR കർവിനെ കട്ട് ചെയ്യുന്നുണ്ട്, അത് താഴെ നിന്നും കട്ട് ചെയ്യുന്നു, രണ്ട് കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുന്നു. ഔട്ട്പുട്ടും എന്താണ്, മാക്സിമം അല്ലെ, പറ്റാവുന്ന അത്രയും മാക്സിമം ഔട്ട്പുട്ടും ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പൊ അവിടെ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. അപ്പൊ പ്രൈസ് കോൺസ്റ്റന്റ് അല്ലാതിരിക്കുമ്പോൾ MC MR കർവ് അപ്രോച്ചിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അതിൽ ഡയഗ്രത്തിൽ എക്സ് ആക്സിസ് റെപ്രസെന്റ്സ് ഔട്ട്പുട്ട്, വൈ ആക്സിസ് റെപ്രസെന്റ്സ് MR ആൻഡ് AR. ഓക്കെ, അതേപോലെ തന്നെ MC ഉണ്ട് കേട്ടോ. MC is the marginal cost curve, MR is the marginal revenue curve. അവിടെ E എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റ് MC MR ഈക്വൽ ആണ്. അതേപോലെ തന്നെ MC കർവ് താഴെ നിന്നും കട്ട് ചെയ്യുന്നു. അപ്പൊ രണ്ട് കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുന്നു. അവിടെ വെച്ച് ഫിക്സ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആയിട്ട് പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അപ്പൊ പ്രൊഡ്യൂസർക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതിനകത്ത് അല്ലെ. പിന്നെ അവിടെ നിന്നും മാറാനുള്ള ടെൻഡൻസി പ്രൊഡ്യൂസർക്ക് ഇല്ല. അങ്ങനെ MC MR അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ രണ്ട് ഡയഗ്രാം പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം പഠിച്ചു. ഇനി നമ്മളുടെ മൂന്നാമത്തെ ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം യൂസിങ് ഐസോകോൺസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയം യൂസിങ് ഐസോകോൺസ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ട്, അത് നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പൊ ഈ പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം യൂസിങ് ഐസോകോണ്ട് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസറുടെ ഇക്വിലിബ്രിയം. നമുക്കറിയാം ഈ ഐസോകോണ്ടും പ്രൊഡ്യൂസറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്. ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രോഡക്റ്റ് കർവാണ്. അതായത് പല കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസർക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു,
പല കോമ്പിനേഷൻ ഉപയോഗിക്കുമ്പോൾ പ്രൊഡ്യൂസർക്ക് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്ന ആ ഒരു കർവാണ്, ലോക്കസ് ഓഫ് പോയിന്റ്സ് ആണ് എന്ന് പറയുന്നത് ഐസോകോണ്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പ്രൊഡ്യൂസർ ഈ ഐസോകോൺസ് ഉപയോഗിച്ച് നമ്മൾ പ്രൊഡ്യൂസർ എങ്ങനെ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു നമ്മൾ പഠിക്കണം. അപ്പൊ ആദ്യം നമ്മൾ എഴുതുന്ന പ്രൊഡ്യൂസറിന്റെ ഇക്വിലിബ്രിയം എന്ത് തന്നെയാണ്, ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ആണ്. പ്രൊഡ്യൂസർക്ക് അതിൽ നിന്ന് മാറാനുള്ള ടെൻഡൻസി ഇല്ല. അപ്പൊ നമുക്ക് പറയണം various alternative combinations of two factors of productions are available to the producer. പ്രൊഡ്യൂസർക്ക് പല കോമ്പിനേഷൻസിലുള്ള രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ലേബർ ആൻഡ് ക്യാപിറ്റൽ, അങ്ങനെ രണ്ട് കോമ്പിനേഷൻസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്നും പ്രൊഡ്യൂസർക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. എന്ന് വെച്ചാൽ ലേബർ കൂടുതലും ക്യാപിറ്റൽ കുറവും, അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂടുതലും ലേബർ കുറവും, അങ്ങനെ മാറി മാറി എന്ത് ചെയ്യാം, പ്രൊഡ്യൂസർക്ക് എടുക്കാം. In order to use more units of one factor, producer has to sacrifice some units of another factor. ഒരു ഫാക്ടർ കൂടുതൽ ഉപയോഗിക്കാൻ പ്രൊഡ്യൂസർക്ക് ഇനിയൊരു ഫാക്ടർ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. അങ്ങനെ കൂട്ടിയും കുറച്ചും ഏത് സിറ്റുവേഷനിൽ പ്രൊഡ്യൂസ് ചെയ്താലും അദ്ദേഹത്തിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ഐസോകോൺസിൽ എല്ലാം കിട്ടുന്ന ലെവൽ ഓഫ് ഔട്ട്പുട്ട്, സാറ്റിസ്ഫാക്ഷൻ അല്ല, ലെവൽ ഓഫ് ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ അദ്ദേഹം ഒരു ഐസോ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് പോലെ അദ്ദേഹം ഒരു ലൈൻ ഉണ്ടാവും അദ്ദേഹത്തിന്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്രയുണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, എത്ര ഉപയോഗിക്കാൻ കഴിയും, ഓക്കെ, എത്ര എമൗണ്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയും, ആ ഒരു ലൈൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു ലൈനിൽ ടച്ച് ചെയ്യുന്ന ഐസോകോണ്ട് ഏതാണോ മാക്സിമം, അവിടെ വെച്ചിട്ടായിരിക്കും പ്രൊഡ്യൂസർ, ആ ഒരു ലൈനിലായിരിക്കും പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുക. മനസ്സിലായോ? ഇവിടെ നോക്കിക്കോളൂ, പറഞ്ഞാൽ ഡയഗ്രാം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം യൂസിങ് എന്താണ്, ഐസോകോൺസ് ആണ്. എക്സ് ആക്സിസിലെ ലേബറും വൈ ആക്സിസിലെ ക്യാപിറ്റലും. നമുക്കറിയാം ലേബറും ക്യാപിറ്റലുമാണ് ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർക്ക് ഉള്ളത്. അതിൽ നിന്നും ഏത് കോമ്പിനേഷൻ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ലേബർ കൂട്ടാം, ക്യാപിറ്റൽ കുറയ്ക്കാം, ക്യാപിറ്റൽ കൂട്ടാം, ലേബർ കുറയ്ക്കാം. പ്രൊഡ്യൂസർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോളൂ, പ്രൊഡ്യൂസറുടെ 3 ലൈൻസ് കണ്ടോ. ഈ ലൈൻസിൽ നമ്മൾ പറഞ്ഞത് പ്രൊഡ്യൂസറുടെ മാക്സിമം കപ്പാസിറ്റി ഈ ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഐസോ കോസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കപ്പാസിറ്റി മാക്സിമം ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പ്രൊഡ്യൂസർക്ക് പോകാനില്ല. ഓക്കെ, എന്ന് വെച്ചാൽ അത്രയും ഒരു പ്രൊഡക്ഷനും ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ഇല്ല. അതേപോലെ പ്രൊഡ്യൂസർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം ഈ ലൈനിൽ, കാരണം തന്റെ കയ്യിലുള്ള ആ ഒരു ബഡ്ജറ്റിനേക്കാളും കുറവാണ്, അത് യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, കുറയും. എന്ന് വെച്ചാൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കുറയും. അപ്പൊ താഴോട്ട് വരുമ്പോൾ വേറെ ഐസോകോണ്ട് ആയിരിക്കില്ല ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഐസോകോണ്ട് വരുന്ന സമയത്ത് ലെവൽ ഓഫ് ഔട്ട്പുട്ട് കുറയും. അപ്പൊ താഴത്തെ ഐസോകോണ്ട് ഏതായിരിക്കും, നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം, നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാന്. താഴത്തെ ഐസോകോണിൽ 100 ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ മുകളിലത്തെ ഐസോകോണിൽ എത്രയായിരിക്കും, 300 ആയിരിക്കും. ഓക്കെ, അപ്പൊ മുകളിലോട്ട് പോകും തോറും ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടും. പക്ഷേ പ്രൊഡ്യൂസർക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ട്, ലേബറും ക്യാപിറ്റലും എത്ര വെച്ച് ഉപയോഗിക്കാം, ആ ഒരു കഴിവുണ്ടല്ലോ. അപ്പൊ ഇവിടെ അസ്യൂം ചെയ്യുന്നത് പ്രൊഡ്യൂസർക്ക് ഈ ലൈനിൽ നിന്നുകൊണ്ടാണ് പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പം ആ ലൈനിലെ മാക്സിമം ഏതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഈ ഐസോകോണ്ട് 200 എന്ന് പറയുന്ന ഈ ഐസോകോണ്ടാണ് അദ്ദേഹത്തിന്റെ മാക്സിമം. അപ്പൊ അവിടെ ആ ഇ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റില് പ്രൊഡ്യൂസർ OC ലെവൽ ഓഫ് എന്താ പറയാ ക്യാപിറ്റലും OL ലെവൽ ഓഫ് ലേബറും ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ പ്രൊഡ്യൂസർ എന്ത് അറ്റൈൻ ചെയ്യുന്നു, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാണ്. ആ ഒരു പൊസിഷനിൽ നിന്നും അദ്ദേഹത്തിന് മാറാനുള്ള ടെൻഡൻസി ഇല്ല. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ബാക്കിലോട്ട് താഴോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വരാനുള്ള സാധ്യതയില്ല, കാരണം ഔട്ട്പുട്ട് കുറയും. എന്ന് വെച്ചാൽ 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ഈ ലെഫ്റ്റ് സൈഡ് വന്നാൽ ഇവിടെ ടച്ച് ചെയ്താൽ കിട്ടുള്ളൂ. ഓക്കെ, ഇനി മുകളിലോട്ട് പോയ ഔട്ട്പുട്ട് കൂടും, പക്ഷെ പ്രൊഡ്യൂസറുടെ കയ്യിൽ എന്തില്ല, അതിനുള്ള ആ ഒരു കോസ്റ്റ് ലൈൻ ഇല്ല അല്ലെ. പ്രൊഡ്യൂസർ അത്രയും എന്ത് ചെയ്തിട്ടില്ല, ബഡ്ജറ്റ് ഇട്ടിട്ടില്ല അല്ലെ. അദ്ദേഹത്തിനും ഒരു ബഡ്ജറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം ഏതാണ്, 200 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഈ സെക്കൻഡ് ഐസോകോണ്ടാണ്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ ആ ഒരു പോയിന്റിൽ അദ്ദേഹം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നു. OC ലെവൽ ഓഫ് ക്യാപിറ്റലും അതേപോലെ തന്നെ OL ലെവൽ ഓഫ് ലേബറും ഉപയോഗിച്ച് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം എന്താ പറയുന്ന ഔട്ട്പുട്ട് 200 ലെവലാണ് കിട്ടുന്നത്. അപ്പുറത്തോട്ട് പോകാനായിട്ട് പറ്റില്ല അദ്ദേഹത്തിന്. പറ്റിയാൽ നല്ലതാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കോസ്റ്റ് അനുവദിക്കുന്നില്ല. അത്രേ ഉള്ളൂ, അദ്ദേഹം ലിമിറ്റഡ് കോസ്റ്റ് ആണല്ലോ എല്ലാവരും അല്ലെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു, ഈ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റില് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. ഇതാണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം യൂസിങ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞത് കേൾക്കണം, 2-3 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം യൂസിങ് ഐസോകോണ്ട് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസറിന്റെ 2 കോമ്പിനേഷൻസ് ഓഫ് എന്താ പറയാ ഫാക്ടേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്തുനിന്ന് ഏത് സെലക്ട് ചെയ്താലും പ്രൊഡ്യൂസർക്ക് ആ ഒരു ഐസോകോണ്ടിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ ഫുള്ളും ഒരേ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്.
ഹയർ ലെവൽ ഓഫ് ഐസോകോൺ ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ പ്രൊഡ്യൂസർക്ക് ഒരു കോസ്റ്റ് ലൈൻ ഉണ്ട്, അതിന്റെ അപ്പുറത്തോട്ട് പോകാൻ കഴിയില്ല. ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് പ്രൊഡ്യൂസർക്ക് വരാം, പക്ഷെ അങ്ങനെ വന്നാൽ ഔട്ട്പുട്ട് കുറയും അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഔട്ട്പുട്ട് 100 യൂണിറ്റ്സ് മാത്രമല്ലേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അദ്ദേഹം അവിടെ സെലക്ട് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന് കിട്ടാവുന്നതിൽ വെച്ച് അദ്ദേഹത്തിന്റെ കോസ്റ്റ് അനുസരിച്ചിട്ടുള്ള മാക്സിമം ഔട്ട്പുട്ട് ഈ എന്ന് പറയുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയത്തിൽ എത്തി അദ്ദേഹം 200 യൂണിറ്റ്സ് ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യുന്നു. അങ്ങനെ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. OC ലെവൽ ഓഫ് ക്യാപിറ്റലും ഓയിൽ ലെവൽ ഓഫ് ലേബറും ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിൽ എത്തുകയാണ്. അത് നമ്മൾ എന്തിന്റെ സഹായത്തോടു കൂടി എക്സ്പ്ലെയിൻ ചെയ്തു? ഐസോകോൺസിന്റെ സഹായത്തോടു കൂടി എക്സ്പ്ലെയിൻ ചെയ്തു. മനസ്സിലായോ? അപ്പം ഈ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് അറിയണം. അതല്ലെങ്കിൽ ഒരു എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മൂന്നും എക്സ്പ്ലെയിൻ ചെയ്യാം, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതല്ല കോസ്റ്റ് അപ്രോച്ചിൽ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ അപ്രോച്ചിൽ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ അപ്രോച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ മോളിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. ഓക്കെ, അതല്ല ഐസോകോണ്ട് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം ചോദിക്കുകയാണെങ്കിൽ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം എഴുതുക. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് കൺഫ്യൂഷൻ മാറ്റി ചെയ്യണം. കാരണം ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ടോപ്പിക് ആയിട്ട് ഞാനിത് ചെയ്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാക്സിമം എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പ്ലീസ് ട്രൈ ടു ഫോളോ മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.